everyone, ഈ വീഡിയോയിൽ കേരള സെറ്റ് ജൂൺ 2021 ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആയിരിക്കും നമ്മൾ നോക്കുന്നത്. സോ വെൻ വി കൺസിഡർ ദിസ് പെർട്ടിക്കുലർ മൊഡ്യൂൾ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഈ യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് മോഡൽസ് അല്ലെങ്കിൽ ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ലേണിംഗ് പെർട്ടിക്കുലർലി എടുക്കുമ്പോൾ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലേണിംഗ് തിയറീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ലേണറുടെ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലുള്ള ആസ്പെക്ട്സ് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യും. ആസ് വെൽ ആസ് ഇവാലുവേഷൻ, ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ, ടൈപ്സ് ഓഫ് ടെസ്റ്റ്, അങ്ങനെയുള്ള ആസ്പെക്റ്റുകളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഈ യൂണിറ്റിൽ നിന്നും ഈ കേരള സെറ്റ് ജൂൺ 2021 ആ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Here you have the first question. Which among the following is an advantage of heuristic method? And you have the options: takes a lot of time to plan and execute, opportunity to discover, it follows passive learning, teacher dominated classroom. So ഇത് ടീച്ചിങ് മെത്തേഡ്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ടീച്ചിങ്ങിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്താണെന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് നോക്കാം ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്. സോ ഇങ്ങനെ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേര് തന്നെയാണ് ഇനിഷ്യലി നമ്മൾ അറിയേണ്ടത്. ദാറ്റ് ഈസ് പ്രൊഫസർ ആംസ്ട്രോങ്. അദ്ദേഹമാണ് ഇങ്ങനെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ടീച്ചിങ്ങിൽ അവതരിപ്പിക്കുന്നത്. സോ ഈ മെത്തേഡിൽ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? കുട്ടികൾ സ്വന്തമായി ഓരോ പ്രോബ്ലംസിന് അവർ തന്നെ സ്വന്തമായി സൊല്യൂഷൻസ് കണ്ടെത്തുക, ഓർ ദേ ഹാവ് ടു ഫൈൻഡ് ആൻസേഴ്സ് ബൈ ദംസെൽവ്സ്. അതാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം. മറ്റൊരാളുടെ ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു എയ്ഡോ കൂടാതെ സ്വന്തമായ ആൻസേഴ്സ് അല്ലെങ്കിൽ സ്വന്തമായി നോളജ് ഡിസ്കവർ ചെയ്യുന്ന ആളുകളായി ലേണേഴ്സ് മാറുക എന്നുള്ളതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സ്വന്തമായ ആൻസേഴ്സ് കണ്ടെത്തുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരു സിമ്പിൾ ഫ്രേസിൽ നമുക്ക് ഈ ഒരു മെത്തേഡിനെ എങ്ങനെ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ലേണറിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഇറ്റ് കൺസിഡേഴ്സ് എ ലേണർ ആസ് എ ഡിസ്കവറർ ഓഫ് നോളജ്. സ്വന്തമായി അറിവ് കണ്ടെത്തുന്ന, ഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്കാണ് ലേണേഴ്സിനെ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് എൻകറേജ് ചെയ്യുന്നത്. സോ ഇവിടെ ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ നോളജ് ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അവരുടെ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ടെത്താൻ, അന്വേഷിക്കാൻ, പുതുതായിട്ടുള്ള അറിവുകൾ നേടാൻ, ആ രീതിയിൽ ഒരു സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ they become the discoverers of knowledge. അതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ പ്രൈമറി ആയിട്ട് ഒരു ഫോക്കസ് എന്ന് പറയുന്നത്.
സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പഠന രീതിയായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രൈമറി ഫോക്കസ് എന്തായിരിക്കും? ഇവിടെ നമ്മൾ കുറേ ഫാക്ട്സ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഈ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട അറിവ് നമുക്ക് എങ്ങനെ നേടാം, അതിനുള്ളൊരു പ്രാക്ടീസാണ് മെയിൻലി ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത്. The main aim of teaching by this method is not to provide much facts about science, mathematics, grammar, etc., but to teach how knowledge of these can be obtained. അപ്പോൾ വളരെ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മേഖലകൾ, പല മേഖലകളിലുള്ള അറിവുകൾ അവരിലേക്ക്, അല്ലെങ്കിൽ ഫാക്ട്സ് അവരിലേക്ക് എത്തിക്കുക, അതവർ പഠിക്കുക എന്നുള്ളത് ആ ഒരു തലമല്ല ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ ഫോക്കസ്. മറിച്ച് ഈ മേഖലകളിലൊക്കെയുള്ള അറിവുകൾ നമുക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, അതിന് കുട്ടികളെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു സെൽഫ് ലേണിംഗ് അപ്രോച്ച് എന്ന് പറയാനായിട്ട് സാധിക്കും. സ്വന്തമായിട്ട് അറിവ് കണ്ടെത്തുന്നു, ദേ ആർ ഡിസ്കവറിങ് നോളജ്, സോ ദേ ആർ സെൽഫ് ലേണിംഗ്. ദിസ് ഈസ് എ സെൽഫ് ലേണിംഗ് ആസ് അപ്രോച്ച് ആസ് വെൽ. സോ ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ, which among the following is an advantage of heuristic method? ഒന്നുകൂടെ ഓപ്ഷൻസ് നോക്കിയേ. Takes a lot of time to plan and execute, opportunity to discover, it follows passive learning, teacher dominated classroom. So ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. That is option B, opportunity to discover. Alright. അടുത്ത question. A primary school child frequently makes mistakes in writing numbers. He is showing the symptoms of, and you have the options dyspraxia, dyscalculia, dysgraphia and dyslexia. So ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? ബേസിക്കലി ഇത് ഈ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസബിലിറ്റീസ്, ദ ഡിസബിലിറ്റീസ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഓൾറെഡി ഈ ഏരിയ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. സോ നിങ്ങളത് കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ ഓരോ ഏരിയാസിനെ കുറിച്ച് ജസ്റ്റ് ഒരു അവയർനെസ്, ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. സോ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഈ ഒരു പെർട്ടിക്കുലർ ഡിസബിലിറ്റി ബാധിക്കുന്ന എന്തിനെയാണ്? ദി എബിലിറ്റി ടു റീഡ് ആൻഡ് സ്പെൽ, വായിക്കാനും സ്പെൽ ചെയ്യാനായിട്ടുള്ള എബിലിറ്റിനെ ബാധിക്കുന്ന ഒരു ലേണിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടേം വാസ് ആക്ച്വലി കോയിൻഡ് ബൈ റുഡോൾഫ് ബെർലിൻ. അദ്ദേഹമാണ് ഈ ഒരു പെർട്ടിക്കുലർ ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഡിസ്ലെക്സിയ, അല്ലെങ്കിൽ ഈ നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ പ്രശ്നം എന്തായിരിക്കും? അവർക്ക് കൃത്യമായിട്ട് വാക്കുകൾ ആക്യുറേറ്റ് ആയിട്ടും ഫ്ലൂവൻ്റ് ആയിട്ടും വേർഡ്സ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവരുടെ സ്പെല്ലിംഗ് വളരെ പുവർ ആയിട്ടുള്ള സ്പെല്ലിംഗ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഡീകോഡിങ് എബിലിറ്റീസിലും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ് കൂടുതലായിട്ട് ഈ ഏരിയയെക്കുറിച്ച് മനസ്സിലാവാൻ. സോ ദെൻ യു ഹാവ് ഡിസ്ഗ്രാഫിയ. ഇവിടെ എന്താണ്? എഗെയിൻ ഒരു ലേണിംഗ് ഡിസബിലിറ്റിയാണ് വിച്ച് അഫക്ട്സ് ദ റൈറ്റിംഗ് എബിലിറ്റീസ്. നമ്മൾ ഡിസ്ലെക്സിയയെ കുറിച്ച് പറഞ്ഞപ്പോൾ റീഡിങ് അല്ലെങ്കിൽ സ്പെൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഡിസ്ഗ്രാഫിയ എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? റൈറ്റിംഗ് എബിലിറ്റീസിനെയാണ് അഫക്റ്റ് ചെയ്യുക. സോ ഇവിടെ എന്താ പ്രശ്നം? സ്പെല്ലിങ്സ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ അവരുടെ തോട്ട്സ് കൃത്യമായി അവർക്ക് അവതരിപ്പിക്കാൻ, വേർഡ്സ് അതായത് എഴുത്തിലൂടെ അത് അവതരിപ്പിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സോ ബേസിക്കലി ഇതൊരു റൈറ്റിംഗ് എബിലിറ്റിയെ ബാധിക്കുന്ന ഒരു ലേണിംഗ് ഡിസോർഡർ ആണ് എന്നോർത്തിരിക്കുക. ഡിസ്കാൽക്കുലിയ എന്തായിരിക്കും? അപ്പോൾ ഡിസ്കാൽക്കുലിയ ഒരു മാത്തമാറ്റിക്കൽ ലേണിംഗ് ഡിസോർഡർ ആണ്. സോ ഇവിടെ എന്താ പ്രശ്നം? മാത്തമാറ്റിക്കൽ എബിലിറ്റീസിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോ പ്രായത്തിലും നമ്മുടെ ഇൻ്റലിജൻസിനനുസരിച്ച് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ എബിലിറ്റീസ് ഒക്കെ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഓരോ ഏജിലും നമ്മളിൽ നിന്ന് ഓരോ തലത്തിലായിരിക്കും അത് എക്സ്പെക്ട് ചെയ്യുക. ആ എക്സ്പെക്ട് ചെയ്യുന്ന തലത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ എബിലിറ്റീനെ ബാധിക്കുന്ന ഡിസോർഡർ ആണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്താണ്? ബേസിക് ആയിട്ടുള്ള നമ്പർ കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ നമ്പർ റിലേഷൻഷിപ്സും തന്നെ ഇവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്പേഷ്യൽ ഇൻഫർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ കോർഗനൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് സാധിച്ചൊന്നുമല്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നത് എന്താ? ഡിസ്കാൽക്കുലിയ ഈസ് ബേസിക്കലി എ മാത്തമാറ്റിക്കൽ ലേണിംഗ് ഡിസോർഡർ. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ഓപ്ഷനിൽ കണ്ട ടേം എന്ന് പറയുന്നത് ഡിസ്പ്രാക്സിയ ആണ്. സോ ഡിസ്പ്രാക്സിയയുടെ മറ്റൊരു ടേം എന്താണ്? ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്നാണ് അതിൻ്റെ മറ്റൊരു ടേം. DCD നമ്മൾ ഷോർട്ടായിട്ട് പറയും. സോ ഇത് ബേസിക്കലി നമ്മുടെ ഫിസിക്കൽ കോർഡിനേഷനെ ബാധിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഡിസോർഡർ ആണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് കോസസ് എ ചൈൽഡ് ടു പെർഫോം ലെസ് വെൽ ദൻ എക്സ്പെക്റ്റഡ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ് ഫോർ ദെയർ ഏജ് ആൻഡ് അപ്പിയർ ടു മൂവ് ക്ലംസ്ലി. അതായത്
നമ്മുടെ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, ബോഡി മൂവ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ കോർഡിനേഷൻ, അതിനെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രശ്നമാണ്, ഡിസോർഡർ ആണ് ഡിസ്പ്രാക്സിയ ഓർ ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓരോ ഏജിനനുസരിച്ച് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസും നമ്മുടെ ബോഡി മൂവ്മെന്റ്സും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഫലമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മറ്റൊരു ടേം ഓർത്തിരിക്കുക, നമ്മുടെ ഫിസിക്കൽ കോർഡിനേഷനെ ബാധിക്കുന്ന ഒരു ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, എ പ്രൈമറി സ്കൂൾ ചൈൽഡ് ഫ്രീക്വൻലി മേക്സ് മിസ്റ്റേക്സ് ഇൻ റൈറ്റിംഗ് നമ്പേഴ്സ്, ഹി ഈസ് ഷോയിങ് ദ സിംറ്റംസ് ഓഫ്. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് ഈ കുട്ടിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ഡിസോർഡർ ആയിരിക്കും? ഒബ്വിയസ്ലി ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, ഡിസ്കാൽക്കുലിയ. അതായത് അപ്പം ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സെൽഫ് കണ്ടെയ്ൻഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ആസ് നോൺ ആസ്, ആൻഡ് യു ഹാവ് ദി ഓപ്ഷൻസ് പ്രോഗ്രാം, ഫ്രെയിം, ക്യാപ്സ്യൂൾ ആൻഡ് മൊഡ്യൂൾ. ഒരു ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ഗിവൻ അസ് എ വെരി ഷോർട്ട് എക്സ്പ്ലനേഷൻ ഓർ എ ഡെഫിനേഷൻ. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ആ ഡെഫിനേഷൻ എന്തിനെ പറ്റിയാണ്. എ സെൽഫ് കണ്ടെയ്ൻഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ആസ് നോൺ ആസ്, ഒബ്വിയസ്ലി ദാറ്റ് ഇസ് മൊഡ്യൂൾ. അപ്പം ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ആണ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അല്ലേ. ഇൻ എഡ്യൂക്കേഷൻ ദ ടേം മൊഡ്യൂൾ റെഫേഴ്സ് ടു ആൻ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് ദാറ്റ് ഫോക്കസസ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പം നമുക്കറിയാം ഒരു കോഴ്സ് അല്ലെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഒരു കോഴ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിലെ ഡിഫറെൻറ്റ് ടോപ്പിക്സിനെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ട് തിരിക്കാറുണ്ട് അല്ലേ. അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് ആ എൻറ്റയർ കോഴ്സിനെ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ മൊഡ്യൂൾസ് എന്ന് പറയാം. Most educational modules include information about the topic, focus on student-centered learning activities, and culminate in a project for students to demonstrate understanding. So, ഈ മൊഡ്യൂൾ എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് ബേസിക്കലി എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ്സ് ആണ് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച്. ഇപ്പം നമുക്കറിയാം നമ്മുടെ സെറ്റിൻ്റെ സിലബസ് തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് വേരിയസ് യൂണിറ്റ്സ് ഉണ്ട്. ആ ഓരോ യൂണിറ്റിലും കൃത്യമായിട്ടുള്ള മൊഡ്യൂൾസ് ഉണ്ട്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് എടുത്താൽ അതിനെ പല മൊഡ്യൂൾസ് ആയിട്ട് 4 or 5 മൊഡ്യൂൾസ് ആയിട്ടാണ് തരം തിരിച്ചേക്കുന്നത്. അത് പെർട്ടിക്കുലർ ടോപ്പിക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് എടുത്താലും അതിനകത്ത് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ നിങ്ങൾക്കുണ്ട്, ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളുണ്ട്, ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. സോ പെർട്ടിക്കുലർ ടോപ്പിക്സ് ആയിട്ട് ആ എൻറ്റയർ യൂണിറ്റിനെ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ബേസിക്കലി ദർ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് വിച്ച് ഫോക്കസസ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മൊഡ്യൂളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബേസിക്കലി ഒരു മൊഡ്യൂളിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ് സെൻറ്റേഡ് ആയിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ്. ആ മൊഡ്യൂളിൽ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ പഠിച്ചതിന് ശേഷം അവർ ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെ കുറിച്ചുണ്ടാവും. അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇഫ് യു കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, എ സെൽഫ് കണ്ടെയ്ൻഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് മൊഡ്യൂൾ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഒബ്വിയസ്ലി ഓപ്ഷൻ ഡി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാൻസ്, മീൻസ് ആൻഡ് സ്പെസിഫിക് വേസ് specially devised and employed by teachers for the acquisition of learning objectives and teaching learning situation is called. Plans, means and specific ways specially devised and employed by teachers for the acquisition of learning objectives in teaching learning situation is called. And you have the options: teaching method, teaching strategy, teaching technique, teaching tactics. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടീച്ചിങ് സ്ട്രാറ്റജി. കാരണം എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്ലാൻസ്, മീൻസ് ആൻഡ് സ്പെസിഫിക് വേസ്. അതായത് ഈ ഒരു ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷനിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ കൃത്യമായിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ കൃത്യമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന പ്ലാൻസ്, മീൻസ് ആൻഡ് സ്പെസിഫിക് വേസ്. അതിനകത്ത് നമ്മുടെ ടെക്നീക്സ് വരും, ടീച്ചിങ് മെത്തേഡ്സ് വരും. ഇതിനെല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ടീച്ചിങ് സ്ട്രാറ്റജി. അപ്പോൾ ഈ ടീച്ചിങ് സ്ട്രാറ്റജി നമ്മൾ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ടീച്ചിങ് സ്ട്രാറ്റജീസ് ആർ മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ടീച്ചിങ് മെത്തേഡ്സും ടീച്ചിങ് ടെക്നീക്സും എല്ലാത്തിൻ്റെയും കൂടെ ഒരു കമ്പൈലേഷനാണ്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടില്ലായിരുന്നു, പ്ലാൻസ്, മീൻസ്, വേസ്, അങ്ങനെ നമുക്ക് ടീച്ചിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ്സും ടെക്നീക്സും എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ടീച്ചിങ് സ്ട്രാറ്റജി എന്നുള്ള ടേമിൽ പറയാം. So, ഇതിനകത്ത് എന്തൊക്കെ വരും? We have the methods and techniques that a teacher will use to support their pupils or students to the learning process. A teacher will choose the teaching strategy most suitable to the topic being studied, the level of expertise of the learner, and the stage in their learning journey. So, basically പറഞ്ഞാൽ teaching strategies എന്ന് പറയുമ്പോൾ അതൊരു broader term ആണ്, which includes all the methods as well as the
ടെക്നിക്സ്. ഇങ്ങനെ ടീച്ചിങ് മെത്തേഡ്സും ടീച്ചിങ് ടെക്നിക്സും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബ്രോഡർ ടേമാണ് ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ആക്ച്വലി യൂസ്ഡ് ബൈ ദ ടീച്ചർ ടു സപ്പോർട്ട് ദ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ, ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സും മെത്തേഡ്സും എല്ലാം ടീച്ചിങ് സ്ട്രാറ്റജിയിൽ വരുന്നു. അപ്പോൾ എന്ത് സബ്ജക്റ്റ് ആണോ നമ്മൾ പഠിപ്പിക്കുന്നത് ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച്, അതോടൊപ്പം തന്നെ കുട്ടികളുടെ എക്സ്പെർട്ടീസ്, ആ മേഖലയിലുള്ള കുട്ടികളുടെ എക്സ്പെർട്ടീസ് അനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും. പ്ലാൻസ് മീൻസ് ആൻഡ് സ്പെസിഫിക് വേസ് specially devised and employed by teachers for the acquisition of learning objectives in teaching learning situation is called. So, ഒരു broader ആയിട്ടുള്ള ആശയം ആണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. So, that is teaching strategy. Moving to the next question. Propagator of branched programming is, and you have the options B.F. Skinner, Norman Crowder, Aronson Arrell and Smith W.J. So, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അഗെയിൻ ഇത് ടീച്ചിങ് മെത്തേഡ്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ബ്രാഞ്ച് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ ടീച്ചിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ടീച്ചിങ് മെത്തേഡ് ദാറ്റ് വി കൻ യൂസ്. അപ്പോൾ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ ബ്രാഞ്ച് പ്രോഗ്രാമിംഗ് എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതറിയാമെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ മെത്തേഡ് കണ്ടുപിടിച്ച ആളെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നമുക്കൊന്ന് നോക്കാം. സോ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ എഡ്യൂക്കേഷണൽ മോഡലിന്റെ അണ്ടറിലാണ് നമ്മളിപ്പോൾ സംസാരിച്ച ഈ ബ്രാഞ്ച് പ്രോഗ്രാമിംഗ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എഡ്യൂക്കേഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്ന കാര്യത്തെ നമ്മൾ പല 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 സീക്വൻസസ് ആയിട്ട്, സ്റ്റെപ്സ് ആയിട്ട് പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിപ്പിക്കണം എന്ന് വിചാരിക്കുക. ആ കോഴ്സിനെ തന്നെ നിങ്ങൾ പല പല സീക്വൻസസ് ആക്കുന്നു, ചെറിയ ചെറിയ പോർഷൻസ് ആക്കി മാറ്റുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഗ്രാജുവലായി പഠിക്കാൻ സാധിക്കുന്ന ഗ്രേഡഡ് സീക്വൻസുകളായിട്ട് ഈ എൻറ്റയർ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ എൻറ്റയർ സബ്ജക്ട് മാറ്ററിനെ നിങ്ങൾ മാറ്റുന്നു. അതിനുശേഷം ഇതിനകത്ത് ഓരോ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓരോ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം യു ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഓർ നെക്സ്റ്റ് സീക്വൻസ്. ആ രീതിയിൽ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എഡ്യൂക്കേഷണൽ മോഡൽ എന്ന് പറയുന്നത്. Programmed instruction is a method of presenting new subject matters to students in a graded sequence of controlled steps. Students walk through the programmed material by themselves at their own speed, and after each step, test their comprehension by answering an examination question or filling in a diagram. So, നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പല സീക്വൻസുകളായി പല സ്റ്റെപ്പുകളായിട്ട് പഠിക്കാനുള്ള സബ്ജക്ട് മാറ്റർ നമ്മുടെ ഉണ്ടാവും. അപ്പോൾ ലേണറിന്റെ പേസ് വെച്ച് ഓരോ ആളുകൾക്കും പഠിക്കുന്നതിന്റെ സ്പീഡും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ രീതിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഒരു പേസിനനുസരിച്ച് അവർക്ക് ഈ ഓരോ സീക്വൻസസ് അവർക്ക് ഗ്രാജുവലായിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഭാഗം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് അല്ലെങ്കിൽ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലായി. മേ ബി ഒരു എക്സാമിനേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ഫില്ല് ചെയ്തിട്ടൊക്കെ ആവാം. എങ്ങനെയാണെങ്കിലും ആ സ്റ്റെപ്പ് കഴിയുമ്പോൾ അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലായി എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടും ഈ ഓരോ സീക്വൻസിന് അവസാനം ഉണ്ടാവും. സോ ബേസിക്കലി മനസ്സിലായില്ലേ, നമുക്കൊരു എൻറ്റയർ സബ്ജക്റ്റ് ആണ് പഠിക്കുന്നത്, ഒരു എൻറ്റയർ ടോപ്പിക്, ഒരു കോഴ്സ് നമ്മൾ എടുക്കുകയെന്ന് വിചാരിക്കാം. അതിനെ പല പല സീക്വൻസുകളായിട്ട് മാറ്റുന്നു, ഗ്രേഡഡ് സീക്വൻസുകളായി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അത് കൺട്രോൾഡ് സ്റ്റെപ്സ് ആയിരിക്കും, ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോൾ ആദ്യം നമ്മളൊരു പാർട്ട് പഠിക്കുന്നു, അതിനുശേഷം ഒരു ടെസ്റ്റ് നമ്മൾ നോക്കുന്നു, അതിനുശേഷം അടുത്ത സീക്വൻസിലേക്ക് പോകുന്നു. ആ രീതിയിൽ പ്രോഗ്രാംഡ് ആയിട്ട് ഉള്ള ഒരു സബ്ജക്ട് മാറ്റർ നമ്മുടെ കയ്യിലേക്ക് ഇടുന്നു. ദാറ്റ് ഈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എഡ്യൂക്കേഷണൽ മോഡൽ. അപ്പോൾ ഇതൊരു ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡ്. എന്തുകൊണ്ടാണ്? ലേണറിന്റെ പേസിനനുസരിച്ച്, ലേണറിന്റെ പഠിക്കുന്ന രീതിയും പഠിക്കുന്ന സ്പീഡും ഒക്കെ അനുസരിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണിത്. സോ ദിസ് ആസ് എ ലേണർ സെൻറ്റേർഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ടെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇഫ് നമ്മൾ കൊടുത്തിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റിൽ നമ്മൾ കറക്റ്റ് ആൻസേഴ്സ് ആണ് നമ്മൾക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞതെന്ന് വിചാരിക്കുക. ദെൻ ഇമീഡിയറ്റ്ലി ഷോൺ ദ കറക്റ്റ് ആൻസർ ഓർ ഗിവൻ അഡീഷണൽ ഇൻഫർമേഷൻ. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു എക്സാമിനേഷൻ എഴുതുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് കൃത്യമായിട്ട് കറക്റ്റ് ആൻസേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കതും മനസ്സിലാക്കാം. കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് ടീച്ചിങ് മെഷീൻസ് ആർ ഓഫൻ യൂസ്ഡ് ടു പ്രസന്റ് ദ മെറ്റീരിയൽ, ഓൾദോ ബുക്സ് മേ ഓൾസോ ബി യൂസ്. പല മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനിവേ നമ്മൾ പല സീക്വൻസുകളായിട്ടാണ് ഇത് പഠിക്കുന്നതെന്ന് പറയുന്നു. ഓരോ സീക്വൻസിന് ശേഷം
നമുക്കത് എന്തുമാത്രം മനസ്സിലായെന്ന് അറിയാനായിട്ടുള്ള ചില ടെസ്റ്റുകൾ ഉണ്ടാവും. ആ ടെസ്റ്റുകളുടെ കറക്റ്റ് ആൻസേഴ്സും അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് നമുക്ക് തരാനായിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ഈ ഓരോ ഫേസിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ എഡ്യൂക്കേഷൻ മോഡലിനെ കുറിച്ച് ഉള്ള പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഇത് തന്നെ 2 തരത്തിലുണ്ട്. We have the linear model as well as the branching or intrinsic program. സോ ഇത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ ഇനി നോക്കാനായിട്ട് പോവാം. ലീനിയർ മോഡൽ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് സ്കിന്നറിൻ്റെ ആണ് ലീനിയർ മോഡൽ എന്ന് പറയുന്നത്. സോ ഈ മോഡലിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ പറഞ്ഞതുപോലെ ബേസിക് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. നമ്മുടെ കോണ്ടന്റ് അത് സീക്വൻസുകളായി ചെറിയ ചെറിയ സീക്വൻസുകളായി അല്ലെങ്കിൽ സ്റ്റെപ്സുകളായിട്ട് നമുക്ക് കിട്ടുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പേസിൽ അത് പഠിക്കാൻ സാധിക്കുന്നു. ആൻഡ് ഓൾസോ നമുക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലായത് ടെസ്റ്റ് ചെയ്യാം. അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ടും നമുക്ക് അപ്പം തന്നെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് എടുക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഒരു പെർട്ടിക്കുലർ പാർട്ട് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഒരു ടെസ്റ്റ് എടുത്തു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ ടെസ്റ്റിന് ആൻസർ ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ? നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ലീനിയർ മോഡൽ ആസ് പ്രപ്പോസ്ഡ് ബൈ B.F. സ്കിന്നർ. സ്കിന്നർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആശയം എന്തായിരിക്കും? ഒബ്വിയസ്ലി ഓപ്പറന്റ് കണ്ടീഷനിങ്. അദ്ദേഹം റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള അൺഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയർ കുറയ്ക്കാൻ നമുക്ക് പണിഷ്മെന്റ് ഉപയോഗിക്കാം. അതുപോലെ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയർ കൂട്ടിക്കൊണ്ട് വരാൻ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കാം. ഇതൊക്കെ ഇദ്ദേഹം B.F. സ്കിന്നർ തന്റെ ഓപ്പറന്റ് കണ്ടീഷനിലൂടെ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ആ റീഇൻഫോഴ്സ്മെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സീക്വൻസ് ഒരു ആദ്യത്തെ പല ഫേസുകളായിട്ടാണ് പഠിക്കാനായിട്ടുള്ളത്, പല സീക്വൻസുകളാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു പെർട്ടിക്കുലർ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ടെസ്റ്റ് എടുത്തു, നമ്മുടെ ആൻസർ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. എന്തെങ്കിലും തരത്തിൽ മാർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ പോയിന്റ്സ് ആയിരിക്കാം. അങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് കിട്ടി. വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഈ ആൻസർ തെറ്റായി എന്ന് വിചാരിക്കാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, ആ ആൻസർ നമുക്ക് തെറ്റായി പോയാലോ? ദി സ്റ്റുഡൻറ് സ്റ്റഡീസ് ദ കറക്റ്റ് ആൻസർ ടു ഇൻക്രീസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് റീഇൻഫോഴ്സ്ഡ് നെക്സ്റ്റ് ടൈം. അപ്പോൾ നമുക്ക് ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പം നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ആൻസർ പഠിക്കുക, സോ ദാറ്റ് ഇനി നമ്മൾ തെറ്റിക്കാതിരിക്കുക, നമുക്ക് ഇനിയും കിട്ടുന്ന റീഇൻഫോഴ്സ്മെന്റ് നഷ്ടപ്പെടുത്താതിരിക്കുക. ആ രീതിയിൽ ആ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ ആൻസർ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ലീനിയർ മോഡൽ. So ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ you will be getting a reinforcement and then you can move to the next question. On the other hand, ഇപ്പോൾ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പഠിച്ചിട്ട് you can move to the next level. അവിടെ നിങ്ങൾക്ക് ഈ റീഇൻഫോഴ്സ്മെന്റ് നഷ്ടപ്പെടുത്തരുത്. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടൈപ്പ് ഏതാണെന്നാണ് പറഞ്ഞത്? നമ്മൾ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എഡ്യൂക്കേഷൻ മോഡലിന്റെ ലീനിയർ മോഡൽ പറഞ്ഞു, B.F. സ്കിന്നർ ആണെന്ന് പറഞ്ഞു. Now we have the branching or intrinsic program by Norman Crowder. നോർമൻ ക്രൗഡറിന്റെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ മോഡലിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? സ്റ്റുഡൻസ് ഹാവ് ടു അഡ്രസ് എ സിറ്റുവേഷൻ or a problem through a set of alternative answers. If they answer correctly, they move on to the next set. അതായത് ഇവിടെ ഒരു പ്രോബ്ലം സോൾവിംഗ് മെത്തേഡാണ്. നമുക്കൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ തരും, ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തരും. അതിനുശേഷം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല ആൻസേഴ്സ് ഉണ്ട്. വി ഹാവ് ടു ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓൾട്ടർനേറ്റീവ് ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ചൂസ് ചെയ്യുന്നു. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് സെറ്റ്. അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് തെറ്റിപ്പോയെങ്കിലോ? തെറ്റിപ്പോയാൽ നമ്മളിവിടെ എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞു ലീനിയർ മോഡലിൽ ജസ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പഠിക്കുന്നു, അതിനുശേഷം വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. They are the two to remedial study depending on their mistake. This process is repeated for each step throughout the entire program. ഇവിടെ പറ്റുന്ന എന്താണ്? ഇപ്പം നമുക്കൊരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ പഠിച്ച് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾക്ക് തെറ്റായി പോയി, അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പഠിച്ചിട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്നുള്ളൊരു പരിപാടിയല്ല. മറിച്ച് നമുക്ക് എന്തുകൊണ്ടത് തെറ്റി, ആ നമുക്ക് സംഭവിച്ച തെറ്റിൻ്റെ കാരണം മനസ്സിലാക്കി ഒരു റെമഡിയൽ സ്റ്റഡി നമുക്ക് നടത്താനായിട്ടുണ്ട്. അതായത് നമ്മൾ ദേ വിൽ ടീച്ച് us ടു റെമഡിയൽ സ്റ്റഡി. അതായത് നമ്മൾ മിസ്റ്റേക്ക് വരുത്തി എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ട മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നീട് അടുത്ത ഏരിയാസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ബേസിക്കലി ബ്രാഞ്ച്ഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഞ്ചിങ് ഒരു ഇൻട്രൻസിക് പ്രോഗ്രാമും ലീനിയർ പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം. ലീനിയർ പ്രോഗ്രാം ആണെങ്കിൽ ശരിയാണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നു, യു ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെറ്റാണെങ്കിൽ യു ഹാവ് ടു ലേൺ ദ കറക്റ്റ് ആൻസർ ആൻഡ് യു ക്യാൻ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ആണെങ്കിൽ അത് നടക്കില്ല. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സെറ്റിലേക്ക് പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ മിസ്റ്റേക്ക് സംഭവിച്ചു അതിനെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതിന് ആ ഒരു നിങ്ങളുടെ മിസ്റ്റേക്കിന്
ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു റെമഡിയൽ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു പരിപാടി ഓരോ സ്റ്റെപ്പിലും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. സോ മൂവിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, പ്രൊപ്പഗേറ്റർ ഓഫ് ബ്രാഞ്ച് പ്രോഗ്രാമിംഗ് ഈസ്. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പല പെർസ്പെക്റ്റീവിൽ പ്രതീക്ഷിക്കാം. പലപ്പോഴും റിപ്പീറ്റഡ് ആയി സെറ്റിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയത്. സോ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ബ്രാഞ്ച് പ്രോഗ്രാമിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, നോർബൻ എ ക്രൗഡർ. ഓൾറൈറ്റ്, അടുത്ത ഏരിയയിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതുപോലെ ഇവാലുവേഷൻ എന്നുള്ള പാർട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ടീച്ചിങ് എന്നുള്ള പാർട്ട് ഫോക്കസ് ചെയ്തു, ലേണിംഗിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ നൗ വി കെയിം ടു എ ക്വസ്റ്റ്യൻ ഫ്രം ഇവാലുവേഷൻ. For achieving maximum effectiveness in teaching, a teacher needs to find out the learning difficulties of each student. Then the teacher is expected to conduct dash test. And we have the options achievement, prognostic, exceptive and diagnostic. So basically ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാനായിട്ടുള്ള ടെസ്റ്റ്. For achieving maximum effectiveness in teaching, a teacher needs to find out the learning difficulties of each student. Learning difficulties എന്ന് പറയുമ്പോൾ തന്നെ you need to identify it with diagnostic test. So the right answer for this question is option D, that is diagnostic test. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ കൂടെ നമുക്ക് നോക്കാം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ബേസിക്കലി എന്തിനു വേണ്ടിയിട്ട് നടത്തുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? It is to locate specific learning deficiencies in case of specific individuals at a specific stage of learning, so that specific efforts could be made to overcome those deficiencies. അതായത് പഠനത്തിനിടയിൽ കുട്ടികൾക്കുള്ള എന്തെങ്കിലും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ലേണിംഗ് ഫേസിൽ ഒരു സ്റ്റേജിൽ അവർക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അവർക്കുണ്ടോ, നമുക്ക് എന്തെങ്കിലും എഫേർട്സിലൂടെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ വി കൻ ഡു ദാറ്റ്, അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു ടെസ്റ്റാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി, ലേണേഴ്സിൻ്റെ ഡെഫിഷ്യൻസീസോ അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി അങ്ങനെയുള്ള കീ ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ആൻസർ അതിൻ്റെ ഓപ്ഷനായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പല തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ കണ്ടു, അല്ലെ? ഇപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, നമുക്ക് പല ടെസ്റ്റുകളുണ്ട്. അച്ചീവ്മെൻറ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അങ്ങനെ പല ടൈപ്സ് ഓഫ് ടെസ്റ്റുകളുണ്ട്. സോ അതേക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ഏരിയാസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സസ് AppleBee അക്കാഡമിയുടെ സെറ്റ് കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മുടെ സെറ്റ് ക്ലാസ്സസ് ഓൺലൈൻ സെഷൻസും അതോടൊപ്പം തന്നെ ലൈവ് സെഷൻസും അതോടൊപ്പം തന്നെ LMS പ്ലാറ്റ്ഫോമും കൂടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ LMS പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലേണിംഗ് റിസോഴ്സസ് പല മോഡ്സിലും നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്, പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്, PPTs ഉണ്ട്, അതോടൊപ്പം തന്നെ ടെസ്റ്റ് പേപ്പർ സെഷനും നിങ്ങൾക്ക് അവൈലബിൾ ആവും. സോ ലൈവ് സെഷൻസിനോടൊപ്പം കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഇത് രണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്ത് ഉപയോഗിച്ച് വളരെ നന്നായി ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നിങ്ങളുടെ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന യൂണിറ്റിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ ക്വസ്റ്റ്യൻസിലൂടെ ചില പുതിയ ടേംസ് അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ഏരിയാസും കൂടെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ AppleBee അക്കാഡമിയുടെ സെറ്റ് കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാനായിട്ട് കഴിയുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.